നമസ്കാരം, എല്ലാവർക്കും രശ്മി സാരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഓണസദ്യയിലേക്കുള്ള എല്ലാ റെസിപ്പീസും ഒന്ന് പെട്ടെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യം ശർക്കര വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മൂത്ത നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നേന്ത്രക്കായന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് തൊലി മാത്രം മുറിയുന്ന രീതിയിൽ കത്തിയും കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് തൊലി പതുക്കി അങ്ങ് ഇളക്കി മാറ്റി കൊടുത്താൽ മതി. ചെത്തിക്കളയരുത്. പതുക്കെ ഇതുപോലെ കൈകൊണ്ടൊന്ന് തൊലി മാത്രം ഒന്ന് തിക്കി ഇളക്കി പൊളിച്ചു മാറ്റിയാൽ മതി. എല്ലാ കായും ഇപ്പൊ തന്നെ ഒരുമിച്ച് പൊളിച്ചു മാറ്റി വെക്കാം. പൊളിച്ചു മാറ്റിയിരിക്കുന്ന കായ അതിന്റെ നിറം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കായ എടുത്തിട്ട് അതിന്റെ നടുഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇനി തിരിച്ചു പിടിച്ചിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ ഒക്കെ വീതിയിൽ മതിയാകും. ഒരുപാട് കനായിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വലുപ്പത്തിൽ മതിയാകും. അരിഞ്ഞെടുത്തിരിക്കുന്ന കായ നമുക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കായ ഇതേപോലെ തന്നെ ഇതേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. എല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2-3 വെള്ളത്തിലൊന്ന് മാറി മാറി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയ കായ അതിന്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു തുണിയിലിട്ടിട്ടൊന്ന് പതുക്കെ ഒന്ന് വെള്ളം ഊപ്പിയെടുത്താൽ മതി. കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കായ തൊലി പൊളിച്ചതിന് ശേഷം കഴുകിയിട്ട് നല്ല തുണിയിലൊന്ന് തുടച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതിന്റെ തൊട്ട് മുൻപ് മാത്രം അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇത് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര വരട്ടിയും അതുപോലെ കായ വറുത്തതൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമേ അതിലേക്ക് കായ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓരോ കൈപ്പിടി വീതം നമുക്ക് എണ്ണൻ്റെ പല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞതിന് ശേഷം 1/2 കിലോ കായാണ് നമ്മളിപ്പോൾ വറുത്ത് വരുന്നത്. അതിൽ ആദ്യം പകുതി ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് രണ്ടാമത്തെ ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു വരും. ഈ ഒരു സമയത്ത് കായ ഇളക്കി കൊടുക്കാനേ പാടില്ല. കായൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാതെ ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എണ്ണൻ്റെ പതയൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമുക്ക് കായ എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ കാണാം. കണ്ടില്ലേ? ഇതുപോലെ. ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ് തവി വെച്ചിട്ട് പതുക്കി ഒന്ന് എല്ലാ കായും വേറെ വേറെ ആവുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നമ്മൾ തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. 5 മിനിറ്റും കൂടെ ഇതേപോലെ നല്ല തീയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് ആയി വരട്ടെ. ഇപ്പോൾ മൊത്തം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. എണ്ണേൻ്റെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ ഓയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിലിരുന്നിട്ട് നേരത്തെ വെന്ത് വന്നിരിക്കുന്ന കായ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പം നമുക്ക് കാണുമ്പോൾ കായ നന്നായിട്ട് മൊരിഞ്ഞു വന്നെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും കായൊക്കെ നന്നായിട്ട് കോരാൻ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ടാകും. പുറം ഭാഗമൊക്കെ ചെറിയൊരു ചുവപ്പ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് കരിഞ്ഞു പോയതല്ല, കായ നന്നായിട്ട് മൂത്ത് വന്നിരിക്കുന്നതാണ്. നമ്മൾ കായ വറുത്തത് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഉപ്പുവെള്ളം കുടയുന്നത് കാണിച്ചില്ല അവസാനം. അതേപോലെ കായ മൂത്ത് വന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആവിയും കൊണ്ട് കായ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നോളൂ. ശർക്കര വരട്ടിക്ക് വെച്ച് ഉപ്പുവെള്ളം വേണ്ട കേട്ടോ, വെറും പച്ചവെള്ളം തന്നെ മതി. ഇനി ആ വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് 1-2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കായ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ വെള്ളം കൊടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉൾഭാഗം പൊടിച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീണ്ടും വറുത്ത് കോരി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തന്നെ വെള്ളം കുടഞ്ഞിട്ട് അങ്ങ് വറുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ പകുതി കായ മാത്രമേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കായം കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു എണ്ണയിൽ ഇനിയും വേണമെങ്കിൽ നമുക്ക് ശർക്കര വരട്ടിക്കുള്ള കായ വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. മുഴുവൻ കായ ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു കായ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് കുറച്ചെങ്കിലും ചൂട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ചൂടുള്ള ശർക്കരയിലേക്ക് കായ ഇടുന്ന സമയത്ത്
ഇതിന്റെ ഉൾഭാഗം കുറച്ചൊന്ന് സോഫ്റ്റ് ആയി പോകും. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ശർക്കര വരട്ടി ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വേണമെങ്കിൽ എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ശർക്കര വരട്ടിയായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/2 കിലോ കായ്ക്ക് 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 അച്ചുണ്ട്. ഇത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ 1 കപ്പ് ശർക്കര ഉണ്ടാകും. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കാം. ശർക്കര പാകമായി കഴിഞ്ഞതിന് ശേഷം കായ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ പരുവായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തവിന്ന് ഒഴുകി വീണു പോവുകയാണ്. അപ്പോൾ ഇത് ആയിട്ടില്ല. 2-3 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ വലിയ കുമ്പളകളൊക്കെ പൊട്ടി പൊട്ടി പോകുന്നത് കാണാം. നമ്മൾ തവിയും കൊണ്ട് ഇതുപോലെ ഇളക്കുന്ന സമയത്ത് ശർക്കര ഒട്ടും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ശർക്കര ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. പാകമായെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ശർക്കരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 2 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. ഇപ്പം ഒരു നൂലായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതാണ് ഒരു നൂൽ പാകം എന്ന് പറയുന്നത്. ഒരു നൂൽ പാകം ആയിക്കഴിഞ്ഞാലും 1 മിനിറ്റും കൂടി ഒന്ന് ശർക്കര ഇളക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ശർക്കരപ്പാനി ഒന്നങ്ങ് ചൂടങ്ങ് തണുക്കട്ടെ. സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ വേണമെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ ചവന്ന് ഇറക്കി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച തണുത്ത് വന്നിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനി കായേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആദ്യം ഇളക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ചൂട് തണുക്കുന്നതിനനുസരിച്ച് ഓരോ കായും വിട്ട് വിട്ട് നമുക്ക് കിട്ടിക്കോളും. ശർക്കര കായേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട്. 1.5 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കായ, 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, 1/4 ടീസ്പൂൺ ആയാലും മതി. പിന്നെ 3/4 ടീസ്പൂൺ ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞു. എന്നാലും ഇതൊന്ന് വിട്ട് കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. ഇളക്കാനായിട്ട് എളുപ്പമായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ശർക്കര വരട്ടിയൊക്കെ തവിയും കൊണ്ട് തന്നെ ഒന്ന് വേറെ ആക്കി ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ വേഗം തന്നെ ഇളക്കാനും പറ്റും. എല്ലാം വേറെ ആയിട്ട് കിട്ടുകയും ചെയ്യും. അവസാനം ചേർത്ത അരിപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതൊന്ന് വറുത്തിട്ട് ആ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ശർക്കര വരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നല്ലൊരു കായ വറുത്തത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കായ വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല മൂത്ത നേന്ത്രക്കായ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ ഉൾഭാഗം ചെറിയൊരു പിങ്ക് കളറായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ മൂക്കാത്ത കായ്ക്കാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം നല്ല വെള്ള കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ഞാനിവിടെ ചിപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 4 വലിയ കായ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ 2 ഭാഗം ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് ഇതേപോലെ മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ അതിൻ്റെ തോല് മാത്രം മുറിയുന്ന രീതിയിലൊന്ന് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ തോല് മാത്രം ഒന്ന് കൈകൊണ്ട് ഇളക്കി മാറ്റി കളയുക. കായ വറുത്തത് നമുക്ക് എളുപ്പത്തിൽ തന്നെ 3 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ആ 3 രീതി ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ. ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തളിക്കാനുള്ള ഉപ്പുവെള്ളം ഒന്ന് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. ഒരു ബൗളിലേക്ക് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പൊന്ന് കലക്കി വെക്കുക. ഇനി നമുക്ക് കായ വറുക്കാനായിട്ടുള്ള എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ വേണം. എന്നാലാണ് എണ്ണ അധികം കുടിക്കാതെ നമുക്ക് നല്ല ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്ലെയിം എപ്പോഴും നല്ല ഹൈയിൽ തന്നെ വെക്കുക. എണ്ണയുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്ലൈസർ വെച്ചിട്ട് നേരിട്ട് തന്നെ നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് കായ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. പേടിക്കേണ്ട ഒരാവശ്യമില്ല. കയ്യിലേക്ക് എണ്ണ തെറിക്കൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇതേപോലെ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ കായ അരിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ എണ്ണ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു പോകും. കായ അരിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മളിത് ഇളക്കേണ്ട ആവശ്യമില്ല. പതയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പത്തവി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇതേപോലെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ലേ? ഈ ഒരു സമയത്ത് നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയിട്ടൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കരിയാനായിട്ട് കാത്തു വെക്കണ്ട. ഇതേപോലെ പതയൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ കോരിയിട്ടുണ്ടെങ്കിൽ ചിപ്സ് നല്ല പാകത്തിനായിട്ടുണ്ടാകും. ഇനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഉപ്പുവെള്ളമില്ലേ, അതങ്ങ് കൈകൊണ്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടിക്കോളും. പിന്നെ ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കായ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തോല് മാത്രം ഒന്ന് മുറിയുന്ന വിധത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുക. സ്ലൈസർ വെച്ചിട്ട് എണ്ണയിലേക്ക് നേരിട്ട് ഇടാനായിട്ട് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി. നമ്മൾ സ്ലൈസർ വെച്ചിട്ട് തന്നെ ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് അരിഞ്ഞിടുകയാണ്. എന്നിട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഒരു കായ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം അടുത്ത കായ നമ്മൾ അരിഞ്ഞു വെച്ചാൽ മതി. എല്ലാം ഒരുമിച്ച് അരിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കായയും ഒരുമിച്ച് പൊളിച്ച് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ കായന്റെ നിറം കൂടുതൽ നേരം പുറത്ത് വെക്കുമ്പോൾ മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന കായെല്ലാം കുറച്ച് മഞ്ഞളെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കി വെക്കണം. എന്നിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒന്ന് നല്ലൊരു തുണിയും കൊണ്ട് തുടച്ച് കളഞ്ഞിട്ട് മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. സ്ലൈസർ വെച്ചിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കായാണ് ഇപ്പം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലേറ്റിൽ നിന്ന് എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിടുന്ന സമയത്ത് 2-3 ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല. ഇപ്പോൾ എണ്ണയുടെ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പതുക്കെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ എണ്ണ പതയുന്നത് മുഴുവനായിട്ട് നിൽക്കും. ആ സമയത്ത് നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കോരിയെടുത്തില്ലേ, അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഉപ്പുവെള്ളം ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് 1-2 തവണ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ എല്ലാ ഭാഗത്തേക്കും ഉപ്പാവുന്ന വിധത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 കായ നമ്മൾ 2 രീതിയിൽ ചിപ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് കനം കുറച്ച് അരിഞ്ഞിടുക. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. കൈ കൊണ്ട് ഇതേപോലെ അരിയാൻ പറ്റുന്നില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. സ്ലൈസർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ പറയുന്നത്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മുടെ കയ്യിൽ കറയാവുകയാണെങ്കിൽ കയ്യിലും അതേപോലെ തന്നെ കത്തിയിലും ഒന്ന് കുറച്ച് എണ്ണയൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇതും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര എണ്ണ കൊണ്ട് നമുക്ക് ഒരുപാട് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കായ്ക്കുള്ള ചിപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ചിപ്സ് കോരിയെടുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എണ്ണയിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു കൊടുത്താലും മതി. അപ്പോഴും നന്നായിട്ട് തന്നെ ചിപ്സിന് ഉപ്പ് പിടിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ആവി ഉണ്ടല്ലോ, ആ ആവിയും കൊണ്ട് ചിപ്സ് ഒന്നും കൂടി ഒന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നല്ലൊരു രീതിയാണ്. പക്ഷേ എണ്ണയിലേക്ക് വെള്ളം തളിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ എണ്ണയൊന്ന് ചെറുതായിട്ട് തെറിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ആ വെള്ളം പൊട്ടുന്നതങ്ങ് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ചിപ്സ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എണ്ണയിലേക്ക് തന്നെ നേരിട്ട് സ്ലൈസർ വെച്ചിട്ട് കായ അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി ഏതാണ് അത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി സദ്യയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം നീളത്തിലൊന്ന് മുറിക്കുക. എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് എടുത്താൽ മതി. ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പച്ചടിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ മുറിച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 4 വിസിലടിക്കുകയാണെങ്കിൽ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വെന്തിട്ടില്ലെങ്കിൽ പൈനാപ്പിൾ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും പച്ചടിക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ അരപ്പ് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിക്കാനായി വെച്ചിരുന്ന പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തോന്നൊന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് പൈനാപ്പിൾ ഒന്നും കൂടി ഒന്ന് തുറന്നു വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. പഞ്ചസാരയിൽ കിടന്നിട്ട് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലെ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങേൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെള്ളം അങ്ങ് വറ്റിച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് തൈര് എടുത്തിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒറ്റത്തവണയൊന്ന് അടിച്ചിട്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരമായിട്ട് അടിച്ചിട്ട് മോര് പോലെ ആക്കിയിട്ട് ഒഴിക്കരുത്. അതുപോലെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൈനാപ്പിൾ പുളിശ്ശേരി പോലെ ആയിപ്പോകും. പച്ചടി ഇച്ചിരി കുറുകിയാണ് ഇരിക്കുക. അതുകൊണ്ട് തൈര് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. കടുക് വറുത്തതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണിത്. ഇരിക്കും തോറും ഇതിൻ്റെ രുചി കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചടീൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് നല്ലൊരു കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടല കഴുകി വൃത്തിയാക്കിയിട്ട് രാത്രി മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചതാണ്. ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു കപ്പോളം കടല ഉണ്ടാവും. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊരു 4 വിസിലും കൂടി അടിച്ചാൽ മതിയാകും. അപ്പോഴേക്കും നമുക്ക് കടല പാകത്തിനുള്ള വേവായിട്ട് കിട്ടും. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. ഇതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ പച്ചക്കറികളും വേവിച്ചെടുക്കാം. ഓരോ കപ്പ് വീതം ചേനയും കുമ്പളങ്ങയും പച്ച നേന്ത്രക്കായും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു വലുപ്പത്തിൽ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം 150 ഗ്രാം വീതമാണ് ഉള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്നവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് പ്രഷർ മുഴുവൻ പോകാനായിട്ട് കാത്തു വെക്കണ്ട. കുറച്ച് പ്രഷർ നമ്മൾ തട്ടിക്കളഞ്ഞാൽ മതി. മുഴുവൻ പ്രഷറും പോകാനായിട്ട് നിന്നാൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചേനയൊക്കെ പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞു പോകും. കടലയും കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ വറുത്തും വെക്കാനുണ്ട്, കുറച്ച് തേങ്ങ അരച്ചും വെക്കാനുണ്ട്. ആദ്യം തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും, അതായത് ചെറിയ ജീരകവും ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ മുളകിൻ്റെ ഒരു ഭാഗം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് തിരികെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ഒരേപോലെ മൂത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വറുക്കുന്നതിന് മുൻപായിട്ടൊന്ന് തിരികതിന് ശേഷം
മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒറ്റ തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തേങ്ങയെല്ലാം നമുക്ക് ഒരേ വലുപ്പത്തിൽ ഒരേപോലെ കിട്ടും. തേങ്ങ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അവസാനമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാനായിട്ടില്ലെങ്കിലൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം, അതല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയ്ക്കണ്ട, ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങയോടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ വേവാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടെ, അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് വെന്തുടഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കടല നമുക്ക് കഷ്ണങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് തേങ്ങേൻ്റെ പച്ച സ്വാദൊക്കെ പോകുന്നവരെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വെള്ളം കൂടുതലുള്ളതുപോലെ തോന്നും, പക്ഷേ തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും കറി കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. പിന്നെ അവസാനം നമ്മൾ തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഇലയിൽ നിന്ന് ഒഴുകിപ്പോകാത്ത രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കൂട്ടുകറി കിട്ടും. കൂട്ടുകറിക്ക് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാലും നമ്മളിത് ഒരുപാട് ഉടച്ച് കലക്കി എടുത്തിട്ടില്ല. അതുപോലെ ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കാം. കഷ്ണം വേവിച്ചപ്പോഴും കടല വേവിച്ചപ്പോഴും നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് വീതം ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തേങ്ങയെല്ലാം കറീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കഷ്ണം വേവിച്ചതിന് ശേഷം വെള്ളം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ തട്ടിപ്പൊത്തിയിട്ടൊന്ന് 10 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ ഇന്നലെ വറുത്തരിശ്ശേരി ഉണ്ടാക്കിയ സമയത്ത് കടുക് വറുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ചേർത്തിരുന്നു. അതേപോലെ തന്നെ ഈ കൂട്ടുകറിയിൽ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജീരകം കൂടെ ചേർത്തതുകൊണ്ട് ജീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും വറുത്ത തേങ്ങേൻ്റെയും ശർക്കരേൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടുകറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കൂട്ടുകറി ഓണത്തിന് തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി ഒരു ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കുക, നല്ല ഡാർക്ക് കളറുള്ളത്. ഇനി ഇത് തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് തോരനൊക്കെ അരിയുന്നത് പോലെ കൊത്തി അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 250 ഗ്രാം ബീട്രൂട്ട് ഉണ്ട്. കപ്പിലാണെങ്കിൽ ഒരു 2 കപ്പ് ബീട്രൂട്ട് ഉണ്ടാകും. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് വേണ്ട, അപ്പോൾ പച്ചടിക്ക് കളർ കുറഞ്ഞു പോകും. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തൈരാണ്. കട്ടകളുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ടെടുക്കുക. 1 കപ്പ് തൈരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി തീരുമ്പോൾ 3 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കാം. മുളക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം.
അതിന് കൂടെ തന്നെ ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ പാത്രം തുറന്ന് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ബീട്രൂട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിമിൽ ഓയിലേക്ക് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല, എന്നിട്ടും ബീട്രൂട്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടല്ലേ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ പച്ച സ്വാദൊക്കെ പോയിട്ട് നല്ലൊരു മധുരമായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് 1/4 കപ്പ് മതിയാകും. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് തേങ്ങ ചൂടാവുന്നവരൊന്ന് ഇളക്കിയാൽ മതിയാകും. തേങ്ങയിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നോളും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയും ചേർക്കാം, അതല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തേങ്ങ ഒരു തവണ ഒന്ന് അരച്ചതിന് ശേഷം കടുക് അധികം അരഞ്ഞു പോകാതെ തേങ്ങയുടെ കൂടെ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തൈരും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം. ഇതിപ്പം ഒരുപാട് പുളിയുള്ള തൈരല്ല, അതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കി നോക്കണം. ഇനി സിമ്പിളായിട്ടൊരു വെള്ളരിക്ക കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിക്കേൻ്റെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളരിക്ക ഉണ്ടാകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2-3 പച്ചമുളകും ഒന്ന് നെടുകെ കീറിയതും 1 തണ്ട് കറിവേപ്പിലയും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാം. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അത് മുഴുവൻ വറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. വെള്ളരിക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ തൈരാണ് ചേർക്കുന്നത്, വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ചേർക്കുകയാണെങ്കിൽ വീണ്ടും കറി ലൂസായിട്ട് പോകും. എന്തായാലും നമുക്ക് കറിയിലേക്ക് തൈര് ചേർക്കണമല്ലോ, അതുകൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോഴും കുറച്ച് തൈര് ചേർത്തിട്ട് അരച്ചെടുക്കാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളരിക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി വെള്ളം എന്തെങ്കിലും വറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തേങ്ങ ഒഴിക്കുന്നതിന് മുൻപായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. മുഴുവൻ വെള്ളം ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ടാണ് അരച്ചിട്ടുള്ളത്. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കടുകിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ ചതച്ച് ചേർക്കുന്നത് തന്നെ ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കഷ്ണം വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൈര് ചേർത്തപ്പോൾ ഉപ്പ് കുറവായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള വെള്ളരിക്ക കിച്ചടി എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കടുക് വറുത്തതും കൂടെ ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കടുക് വറുത്തതിൻ്റെയൊക്കെ രുചിയും മണമൊക്കെ ഒന്ന് കറിയിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് നല്ലൊരു കാളൻ ഉണ്ടാക്കാം. സാധാരണ സദ്യയിലൊക്കെ കിട്ടുന്ന കുറുക്കുകളിനേക്കാളും ടേസ്റ്റിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു കാളൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു നേന്ത്രക്കായ ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടിയും
പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും 1 തണ്ട് കറിവേപ്പിലയും പിന്നെ കായ വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു വെക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊന്ന് തുറന്നു നോക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കായ വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. ഇതേ അളവിൽ സാധനങ്ങളൊക്കെ ചേർത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ മതിയാകും. പിന്നെ അതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളിയും 5 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയതും 1-2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാനാണ്. ബാക്കിയുള്ളതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളം മുഴുവനായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ അരപ്പായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒറ്റ തവണയൊന്ന് കറക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞതുപോലെ കിടക്കും. തൈരും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കായ വേവിച്ചപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. മുകളിലേക്ക് നല്ലൊരു ആവി വന്നാൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈരും കൂടെ ചേർത്തപ്പോൾ കറിക്ക് ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർക്കുന്ന മോരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തുകോരി മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കാളിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതും കൂടെ ചെയ്യണേ. ഇനി നല്ലൊരു പുളിയിഞ്ചി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഇഞ്ചിയും ഒരു 7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇത് 100 ഗ്രാം ആണ്. കപ്പിലെ അളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞത് ഉണ്ടാകും. ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 7 എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതേപോലെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഇഞ്ചിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചി തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് പുളിൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരുന്ന പുളിവെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ശർക്കര ഒന്ന് അലിഞ്ഞിട്ട് പുളിവെള്ളമായിട്ടൊന്ന് യോജിച്ച് വരണം. കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇരുന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം.
ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒഴിച്ചിരിക്കുന്ന പുളിവെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഇപ്പോൾ പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പുളിയിഞ്ചി ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം പരിപ്പൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് നടുക്കെ കീറിയതും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂണൊക്കെ മതിയാകുക വെളിച്ചെണ്ണയും, പിന്നെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പരിപ്പ് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. ഇനി അതല്ല സാധാരണ പാത്രത്തിൽ വെച്ചിട്ടാണ് പരിപ്പ് വേവിക്കുന്നതെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരടുപ്പിലേക്ക് വെച്ചിട്ട് വെന്ത് വരുമ്പോഴേക്കും വേറൊരു കുക്കറിൽ നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവാനായിട്ട് വെക്കാം. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും കൂടെ കൂടിയിട്ട് ഒരു 500 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക ആയാലും മതി, പിന്നെ 2-3 ചെറിയുള്ളി ഒന്ന് നടുകെ മുറിച്ചത്, ചെറുള്ളിക്ക് പകരം സവോള ആയാലും മതി, പിന്നെ 4-5 ചെറിയ അവരക്കായ എടുത്തിട്ടുണ്ട്. അവരക്കായ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബീൻസോ അതല്ലെങ്കിൽ പയറോ മതിയാകും. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുക്കാം. പിന്നെ ഒരു ചെറിയ കത്രിക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും, പിന്നെ ഒരു പച്ചമുളക് നടുകെ കീറിയത് എടുത്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങക്കായും ആണുള്ളത്. ഇതിൽ മുരിങ്ങക്കായ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം, വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ മതിയാകും. പരിപ്പും കഷ്ണങ്ങളും വെന്ത് വരുമ്പോഴേക്കും തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള കട്ടിക്കായ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഈ ഒരു കായം നമുക്ക് തേങ്ങേൻ്റെ കൂടെ വേണമെങ്കിൽ അരയ്ക്കാം, അതല്ലെങ്കിൽ നേരത്തെ കഷ്ണം വേവിച്ചതിൻ്റെ കൂടത്തിലേക്ക് ഇതുപോലെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ആദ്യം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് 6 ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇത്രയും മുളക് പാകത്തിനുള്ളൊരു എരിവായിരിക്കും. മല്ലിമുളക് ഒന്ന് കോരി മാറ്റിയിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത്. ഈ തേങ്ങ ചിരകി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെയുള്ളതായിട്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ തേങ്ങ മൂത്ത് വരുമ്പോൾ എല്ലാം ഒരേ സമയത്ത് ഒരേപോലെ തന്നെ മൂത്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1/4 ടീസ്പൂൺ വീതം ഉലുവയും കുരുമുളകും കൂടെ ചേർക്കാം. പിന്നെ 2-3 ചെറിയുള്ളി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇത് കുറച്ച് തേങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടിക്കോളും. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വാട്ടിയിട്ടിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇതിലേക്ക് ആദ്യം വെണ്ടക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. ഇതും ഒരുപാട് വെന്തുടയുന്നത് വരെ ഒന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒന്നങ്ങ് വാടി വന്നാൽ മതി. വെണ്ടയ്ക്കയും തക്കാളിയും ഇതേപോലെ എണ്ണയിൽ വാട്ടിയിടുന്ന രീതി നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ നാട്ടിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഇടാം. അതല്ലെങ്കിൽ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയും തക്കാളിയും വാട്ടുമൊന്നും വേണ്ട, അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. കഷ്ണങ്ങൾ വേവാൻ വെച്ചിട്ടിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷർ മുഴുവനായിട്ടും പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. കുറച്ച് പ്രഷർ നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നാൽ മാത്രമേ
മുരിങ്ങക്കായൊക്കെ മുഴുവനായിട്ട് ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. അതേപോലെ ഏറ്റവും വേവുള്ള ചേന നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അതേപോലെ തന്നെ പരിപ്പ് കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒരു മിക്സിംഗ് ആണ്. വെന്ത് വന്നിരിക്കുന്ന കഷ്ണത്തിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി 1 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചാറുള്ള സാമ്പാറാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് തന്നെ പാകത്തിന് ലൂസുള്ളൊരു കറിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ തിളപ്പിച്ചിട്ടും മുരിങ്ങക്കായൊന്നും ഇതേവരെയും വെന്തുടഞ്ഞു പോയിട്ടില്ല. കഷ്ണങ്ങൾ വേവിച്ചെടുത്ത സമയത്ത് മുഴുവൻ പ്രഷറും പോകുന്നത് വരെ കാത്തു നിൽക്കാതെ കുറച്ച് പ്രഷർ നമ്മൾ കളഞ്ഞെടുത്തത് കൊണ്ടാണ് മുരിങ്ങക്കായൊന്നും ഇതേപോലെ വെന്തുടഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 4-5 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൽ വെളുത്തുള്ളി ഉപയോഗിക്കാത്തവരാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ആ വെളുത്തുള്ളിൻ്റെ ഒരു നല്ല ഫ്ലേവറും കൂടെ കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് പൊടിയൊന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട, ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ വിസിലെടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് പിന്നെ വെന്ത് പോകും. ഇനി വേറെ പ്ലേറ്റൊക്കെ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇനി ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കടുക് വറുത്തതിൻ്റെയൊക്കെ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സാമ്പാറിലേക്ക് എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ കടുകൊക്കെ വറുത്തിടുന്നതിന് മുൻപായിട്ട് ചെയ്യണം. ഞാൻ സാധാരണ ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും പറഞ്ഞതാണ്. ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും സാമ്പാർ കുറച്ചും കൂടി ഒരു രുചി മണമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സാമ്പാർ പൊടി ചേർത്തത്. അപ്പോൾ ഈ ഒരു സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അവിയൽ ഏറ്റവും രുചികരമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഏകദേശം ഒരേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് പയറ്, കുമ്പളങ്ങ, പച്ച നേന്ത്രക്കായ, ക്യാരറ്റ്, പടവലങ്ങ, പിന്നെ കോവയ്ക്കയും മുരിങ്ങക്കായും ചേനയും. അവിയൽ എപ്പോഴും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഏറ്റവും വേവുള്ള ചേന ഇട്ട് കൊടുക്കാം. ചേന കുറച്ച് കനം കുറച്ച് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതേപോലെ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് ചേന പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ അതിന് മുകളിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇളക്കാതെ നമുക്കൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതി. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കട്ടിയുള്ള പാത്രമാണ്. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഇല്ലെങ്കിലും പച്ചക്കറികളൊന്നും അടിയിൽ കരിഞ്ഞു പിടിക്കില്ല. അതേപോലെ തന്നെ ചേന എണ്ണയിൽ കിടന്നിട്ട് ഒന്നങ്ങ് മൊരിഞ്ഞ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും.
ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കിയിട്ട് നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് ആവി കയറുന്നതിന് വേണ്ടി 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ആദ്യം മുരിങ്ങക്കായ ചേർത്തിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിയലായി വരുമ്പോഴേക്കും മുരിങ്ങക്കായൊക്കെ കൂടുതലായിട്ട് വെന്തു പോകും. ഓരോ കഷ്ണവും നെടുകയൊന്ന് മുറിച്ചിട്ട് രണ്ടാക്കി ഇടുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മുരിങ്ങക്കായിലേക്കും പിടിച്ചോളും. ഇതേപോലെ കഷ്ണങ്ങളൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അവിയലിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. 5 പച്ചമുളകും 8 ചെറിയ ഉള്ളിയും 2 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് ചതയ്ക്കണ്ട, അപ്പൊ കൂടുതലായിട്ട് അങ്ങ് അരഞ്ഞു പോകും. കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ആദ്യം ജീരകം ഇട്ടിട്ടൊന്ന് ചതയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 2 കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയുള്ളിയും ജീരകവും കറിവേപ്പിലയും ഒന്ന് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവാൻ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേന എടുത്തിട്ട് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ചേനയ്ക്കാണുള്ള ഏറ്റവും കൂടുതൽ വേവ്. അപ്പോൾ ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാവും. ചേനയുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്കായിട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വാളംപുളി ചേർക്കാം. ഇനി അതും അല്ലെങ്കിൽ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരാണ് ചേർത്തത്. തൈരും കൂടെ ചേർത്തിട്ട് കഷ്ണത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് കഷ്ണങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം നടുഭാഗത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുമ്പോൾ അരപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ആവി കയറിക്കോളും. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തുറന്നു നോക്കിയിട്ട് അരപ്പൊക്കെ കഷ്ണത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് തന്നെ പാകമാണ്. എല്ലാ പച്ചക്കറിയും കൂടെ നന്നാക്കിയതിന് ശേഷം 750 ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. കറിവേപ്പില കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പച്ച വെളിച്ചെണ്ണേൻ്റെയും പച്ചക്കറിവേപ്പിലേൻ്റെയും ഒക്കെ ടേസ്റ്റ് അവിയലിലേക്ക് നന്നായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള സദ്യ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് അവിയൽ തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നമുക്ക് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള രസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒന്ന് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളകും 2 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 1/4 ടീസ്പൂൺ സാധാരണ ചെറിയ ജീരകവും 1 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 5 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 നാടൻ തക്കാളി ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്നതെല്ലാം രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ രസത്തിന്റെ ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഒരു ചെറിയ കഷ്ണം മാത്രം മതി. ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മധുരം രസത്തിനുണ്ടാകും. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും
കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. രസം തിളയ്ക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇതിവിടെ ഒരു 10 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടി ഇടണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം കായം പൊടിച്ചതും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെഡിയായി വന്നിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം എല്ലാ രുചികളും ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാച്ചാറിന്റെ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 500 ഗ്രാം മാങ്ങയാണ് ഇത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. തോല് കളഞ്ഞിട്ടില്ല. തോല് കളയേണ്ടവർക്ക് വേണമെങ്കിൽ കളഞ്ഞെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 2 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണേൻ്റെ ചൂടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതായത് പിരിയമുളക് പൊടി. എന്നിട്ട് പൊടി ഒട്ടും കരിഞ്ഞു പോകാതെ പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അച്ചാർ ഡ്രൈ ആയിട്ടിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് മാങ്ങേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വന്നിട്ട് അച്ചാർ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വരും. ഇനി ഇതിലും കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അവസാനമായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ നിങ്ങൾ ഓണത്തിന് വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു മാങ്ങാച്ചാറും കൂടെ ഉണ്ടാക്കി നോക്കണേ. ഇനി രുചികരമായിട്ടുള്ളൊരു വറുത്തരിശ്ശേരിൻ്റെ റെസിപ്പി കാണാം. ഞാനിവിടെ മത്തങ്ങ വൻപയറും വെച്ചിട്ടുള്ള വറുത്തരിശ്ശേരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ മത്തങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുതിർത്തെടുത്തിരിക്കുന്ന വൻപയറും എടുത്തിട്ടുണ്ട്. ഈ പയർ കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചതായിരിക്കണം. ഞാനിവിടെ 1/4 കപ്പ് വൻപയറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, 150 ഗ്രാം. അത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വെള്ളം കളഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ മത്തങ്ങ അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം 1/2 കിലോ മത്തങ്ങയാണ് എരിശ്ശേരിക്ക് വേണ്ടി എടുക്കുന്നത്. ഇനി എരിശ്ശേരി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വൻപയറും മത്തങ്ങയും ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ആദ്യം പയറിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, സാധാരണ മുളക് പൊടിയാണ് എരിവുള്ളത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചാൽ മതിയാവും. പയറ് കുതിർന്നതായതുകൊണ്ട് മത്തങ്ങേൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇനി കുതിരാത്ത പയറാണെങ്കിൽ ആദ്യം പയർ വേവിച്ചതിന് ശേഷം അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പാകത്തിന് വേവിച്ചെടുത്താൽ മതി. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും എരിശ്ശേരിക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം. ജാറിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും, പിന്നെ അരപ്പിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും,
പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരു തവണ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എരിശ്ശേരിക്കുള്ള അരപ്പോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. പയറും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിശ്ശേരിയിൽ മത്തങ്ങ ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ മത്തങ്ങേൻ്റെ കഷ്ണങ്ങളൊന്നും കറിയിൽ കടിക്കാത്ത രീതിയിൽ നന്നായിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ നല്ലോണം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം തേങ്ങേൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് പോകുന്നത് വരെ 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചതും, ഒരു 2 കറിവേപ്പിലയും, ഒരു പച്ചമുളക് മുറിച്ചതും, 4-5 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും, 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ പാകമാണ്. എന്നാലും കുറച്ച് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് തേങ്ങ വരെ ചേർത്ത് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് കറിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മത്തങ്ങ വൻപയർ വറുത്തരിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു വറുത്തരിശ്ശേരിയാണിത്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള എരിശ്ശേരി നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. ഇനി നല്ലൊരു ക്യാബേജ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതാക്കി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി തിരുമ്മി അതിൽ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. ഈ വെള്ളം ഇനി നമുക്ക് ആവശ്യമില്ല, ഇതങ്ങ് കളയാം. ഇനി ഇതിലേക്കൊരു 5 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്നും കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും ഒരു 2 കറിവേപ്പിലയും ചേർത്തിട്ട് പെട്ടെന്നൊന്ന് മുളക് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തുറന്നു വെച്ചിട്ട് വേവിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ക്യാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. തുറന്നു വെച്ചതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് നല്ലൊരു ഓലൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വൻപയറും തേങ്ങാപ്പാലും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള നല്ലൊരു ഓലൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം വൻപയറൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് വൻപയർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പയർ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പയർ വെന്ത് വരുമ്പോഴേക്കും വേറെ ഒരു പാത്രത്തിൽ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. 400 ഗ്രാം കുമ്പളങ്ങ കനം കുറച്ച്
ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓലൻ എപ്പോഴും ഉപ്പ് കുറവായിട്ട് മതി, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി കുമ്പളങ്ങ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ പയറിലെ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഇനി നല്ലൊരു കട്ടിപ്പരിപ്പിന്റെ റെസിപ്പി കാണാം. കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറുപയർ പരിപ്പാണ് നമ്മൾ ഉപയോഗിക്കുക. ആദ്യം പരിപ്പൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു നല്ലൊരു മണം വരും. പയറിങ്ങനെ ചൂടായിട്ട് ആ മണം വരുന്നത് വരെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. 2 തവണയൊന്ന് കഴുകിയെടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കട്ടിപ്പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. കുക്കറിന്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം കുക്കറൊന്ന് തുറന്നു നോക്കാം. പരിപ്പോടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ ചേർത്തിരിക്കുന്നത് ജീരകവും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ്. ഈ അരപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇട്ട 1/2 ടീസ്പൂൺ ഉപ്പ് പാകമാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറീൻ്റെ പരിവ് ഇവിടെ കറക്റ്റാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റായി വരും. നിങ്ങൾക്ക് ഇത് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കി മിക്സ് ചെയ്ത് കറി ഉപയോഗിക്കാവുന്നതാണ്. ഇനിയൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തേങ്ങയൊന്ന് വറുത്ത് വെക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചിരകിരിക്കുന്നതെല്ലാം ഒരേ വലിപ്പത്തിലല്ല. അപ്പോൾ നമുക്ക് തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഒറ്റ തവണ മാത്രം ഒന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ തേങ്ങയെല്ലാം ഒരേ വലിപ്പത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാധാരണ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്, 5 എണ്ണം. ഇനി കറിക്ക് കുറച്ചും കൂടി ഒരു കളർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 2 or 3 കാശ്മീരി മുളക് അഥവാ പിരിയമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല.
ഒരു 10-15 എണ്ണം മാത്രം മതിയാകും. ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല. തേങ്ങയുടെ ഈർപ്പൊക്കെ ഒന്ന് വറ്റി തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറിയ പാത്രമല്ലേ, അതുകൊണ്ട് മുളകിന്റെ തുമ്പ് തട്ടിയിട്ട് തേങ്ങയൊക്കെ പുറത്തേക്ക് പോവാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. മുളക് ഇവിടെ ചൂടായി വന്നിട്ടേ ഉള്ളൂ. 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതേപോലെ ഇളക്കിയെടുക്കുമ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് തേങ്ങ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി കൊടുക്കാം. തീയലിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ലോയിലേക്ക് വെക്കണം. എന്നാൽ മാത്രമേ തീയൽ നന്നായിട്ട് വരുള്ളൂ. അതേപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിലുള്ള തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുത്തിട്ടുണ്ടെങ്കിൽ തീയലിന് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് സാവധാനത്തിൽ തേങ്ങ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവണം. ഇതാണ് തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കുന്നതിന്റെ പാകം എന്ന് പറയുന്നത്. ഇവിടെ മുഴുവനായിട്ടുള്ള മല്ലിമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ പൊടിയാണ് ഇടുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്താൽ മതിയാകും. ഇനി പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വരെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കരിഞ്ഞു പോകാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂട് പോകുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ തീ കുറച്ച് വെച്ച് തേങ്ങ വറുത്തത് കൊണ്ട് തന്നെ തേങ്ങേൻ്റെ അകത്തുനിന്ന് വരുന്ന എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് എണ്ണ കിരിഞ്ഞു വരുന്നുണ്ട്. വീണ്ടും സൈഡിലുള്ളതൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ 2-3 തവണയൊന്ന് തുറന്ന് സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ടിട്ട് വീണ്ടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞിട്ടുള്ള തേങ്ങ കിട്ടും. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങ വറുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ തേങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ തീയലിനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വാളൻപുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അലിയാനായിട്ട് വെക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കൈകൊണ്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ വെള്ളം മാത്രം മതി, ബാക്കിയുള്ള പുളി നമുക്ക് പിഴിഞ്ഞ് കളയാം. ഇതും ഇവിടെ മാറ്റി വെക്കാം. ഉള്ളി നമുക്കൊന്ന് നന്നാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. നന്നാക്കിയതിന് ശേഷം 250 ഗ്രാം ആണുള്ളത്. ഇനി ഓരോ ഉള്ളിയും 4-5 ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല. ആദ്യം ഉള്ളി ഒന്ന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എണ്ണയിലും കൂടി ഇട്ടിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ തന്നെ ഉള്ളി പകുതി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഉള്ളി വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയലിന് മുകളിലായിട്ട് ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരും. ഇതാണ് തീയലിന്റെ പാകം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതാണ് തീയലിന്റെ കളറും. അതേപോലെ തന്നെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള തീയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പിന് പകരം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ തേങ്ങ അരച്ചെടുത്തതിന് ശേഷം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടി ഇടണം. അതിനായിട്ട്
ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കുന്നില്ല, അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുക്കാം. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സിമ്പിൾ ആയിട്ടുള്ളൊരു ഇഞ്ചി പച്ചടീൻ്റെ റെസിപ്പി കാണാം. ഇഞ്ചി പച്ചടി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/4 കപ്പ് ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തത്, 5 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, 3 വറ്റൽമുളക് നടുവിൽ നിന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചത്, 1 തണ്ട് കറിവേപ്പില, 1 കപ്പ് തൈര്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി. 1/4 കപ്പാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. അതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിൻ്റെ കൂട്ടോടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈര് ഇവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരാണ്. ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിൻ്റെ കൂട്ട് തൈരിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല രുചികരമായിട്ടുള്ള ഇഞ്ചി പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ടുള്ളൊരു കുമ്പളങ്ങ പുളിശ്ശേരിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. കുമ്പളങ്ങേൻ്റെ തൊലിയും കുരുവും കളഞ്ഞിട്ട് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, പിന്നെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നടുകയൊന്നും മുറിച്ചിട്ട് കൊടുത്തതാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 വെളുത്തുള്ളിൻ്റെ അല്ലി, അതുപോലെ തന്നെ 3 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. കുമ്പളങ്ങ വേവാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1/2 കപ്പ് വെള്ളമാട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പ് ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 3 കപ്പ് മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു മോര് കറിയാണ് കിട്ടുക. നിങ്ങൾക്ക് കുറുകിയ മോര് കറിയാണ് വേണ്ടതെങ്കിൽ ഇത്രയും മോര് ചേർക്കേണ്ട ആവശ്യമില്ല. തൈരാണ് ചേർക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മോരിൻ്റെ പുളിക്കനുസരിച്ച് ഈ സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുമ്പളങ്ങ വേവിച്ച സമയത്തും അതിലേക്കും 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കറി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. മോര് തിളയ്ക്കാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് കടുക് വറുത്തൊന്നിടണം. അതിനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 8 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ
2 വറ്റൽമുളകും ഒന്ന് കീറിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. ഒരേ രീതിയിൽ തന്നെ മോരുകറി തയ്യാറാക്കാതെ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും വെളുത്തുള്ളി ചേർത്തിട്ടും അതുപോലെ തന്നെ ചെറിയുള്ളി ചേർത്തിട്ടൊക്കെ മാറി മാറി ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി കാണാം. വറുത്ത അരിപ്പൊടി വെച്ചിട്ടും പച്ച അരിപ്പൊടി വെച്ചിട്ടും അരി അരച്ചിട്ടും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വറുക്കാത്ത പച്ച അരിപ്പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോ പച്ചരി, അതായത് 2.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് പുട്ടിന് പൊടിക്കുന്നത് പോലെ തരിയോടുകൂടി പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിയാണ്. പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു 4.5 കപ്പോളം പൊടിയുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഉണ്ണിയപ്പത്തിലേക്കുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒരു 450 ഗ്രാമാണ് വേണ്ടത്. ഇതൊന്ന് അലിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഒന്നങ്ങ് ഉരുക്കിയെടുത്താൽ മതി, ഒരുപാടങ്ങ് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ഇപ്പോൾ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിലേക്ക് ഇതേപോലെ തേങ്ങ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതേപോലെ തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് പ്രത്യേക ഒരു സ്വാദായിരിക്കും. അതേപോലെ തേങ്ങക്കൊത്ത് അരിയാൻ മടിയുള്ളവർക്കും ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. ഇതും കരിഞ്ഞു പോകാതെ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി പഴം ഒന്ന് അടിച്ചെടുക്കണം. ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് പാളയംകോടൻ പഴമാണ് എപ്പോഴും നല്ലത്, അതായത് മൈസൂർ പഴം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 7 പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് മിക്സിന് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ റവ വറുക്കാത്തതാണ്. ഇനി വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒറ്റ തവണ മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ റവേൻ്റെ തരിയൊക്കെ ഒന്ന് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്തു വെച്ചു, ശർക്കര ഉരുക്കിയും വെച്ചു, പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പഴം അരച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഉള്ളൊരു മിക്സിംഗ് ആണ്. അതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വീതം ഗോതമ്പ് പൊടിയും മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഉണ്ണിയപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം വേഗം തന്നെ ഒന്ന് പൊടിയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പൊടി ഒന്ന് കട്ട പിടിച്ചു പോവേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി അരിച്ചിട്ട് വേണേൽ ഒഴിക്കാൻ, അതല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കരടൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അരിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഓരോരുത്തർക്കും വേണ്ട മധുരത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ മിക്സ് ചെയ്തിട്ട് മാവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും തേങ്ങ വറുത്തതും കൂടെ ചേർക്കുക. പിന്നെ 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ അരി പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു 15 ഏലക്കായും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ മാവ് ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയിരുന്ന പാത്രമില്ലേ, അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശർക്കര ഉരുക്കിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്
മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ പച്ചസ്വാദ് പെട്ടെന്ന് അങ്ങനെ അറിയില്ല. ഇപ്പോൾ മാവ് പാകത്തിന് ലൂസായിട്ടുണ്ട്. നമ്മൾ ഇഡലി മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ അത്രയും ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലേക്കും 3/4 ഭാഗത്തിന് മുകളിൽ എണ്ണ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഓരോ കുഴിയിലേക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിയിലും ഒരു 3/4 ഭാഗത്തോളം മാത്രം മാവ് മതിയാകും. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് പതുക്കെ വിട്ടു വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് ആദ്യം ബ്രൗൺ കളറായി വരുന്നത് വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ പോയി കിട്ടും. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ പൊടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75ഓളം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അരിപ്പൊടിയിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് സ്വാദുള്ള ഉണ്ണിയപ്പം കിട്ടുന്നത് കുറച്ച് റവയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടപ്രഥമൻ എങ്ങനെയാണ് രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മട്ടേരിൻ്റെ അട വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ മട്ടേരിൻ്റെ അട തന്നെയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അടേൻ്റെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് അടയുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അട ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഇനി തീയിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിവിടെ ഇരുന്ന് വെന്തോളും. അരമണിക്കൂർ ആകുമ്പോഴേക്കും അട നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി 2 മണിക്കൂർ വരെയൊക്കെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അട കൂടുതലായിട്ട് വെന്ത് പോകുമൊന്നുമില്ല. ഇതിവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിനുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് 8 കപ്പ് തേങ്ങയുണ്ട്. ഇതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ആദ്യം തനിപ്പാലാണ് എടുത്തു വെക്കേണ്ടത്, 1-ാം പാല്. അതിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളമില്ലാത്ത 1-ാം പാല് കിട്ടും. വെള്ളം ചേർക്കാതെ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ജാറിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് അടിച്ചതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടിയുള്ള 1-ാം പാല് കിട്ടും. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് 3 കപ്പ് 2-ാം പാല് കിട്ടും. അത് ആദ്യത്തേനേക്കാളും കുറച്ച് കട്ടി കുറവായിരിക്കും, എന്നാലും അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാല് തന്നെയാണ് അതും. ഇനി 2-ാം പാൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് 4 കപ്പ് 3-ാം പാല് കിട്ടും. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 കപ്പ് 1-ാം പാലും 3 കപ്പ് 2-ാം പാലും 4 കപ്പ് 3-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാലൊക്കെ എടുത്തു വരുമ്പോഴേക്കും നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ടാകും. പാത്രം ഒന്ന് തുറന്നു നോക്കാം. അടയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വേറെ വേറെ തന്നെയാണ് കിടക്കുന്നത്. ചില കഷ്ണങ്ങളൊക്കെ വലുതായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോയിക്കോളും. ഇനി ഇത് പായസം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് 2-3 തവണയൊന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ആദ്യം ഇതിലുള്ള ചൂടുവെള്ളം ഒന്ന് അരിപ്പേ കൂടെ അരിച്ചൊന്ന് കളയാം. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ടാപ്പിൻ്റെ അടിയിൽ ഈ സ്ട്രെയിനർ കൊണ്ടുപോയി പിടിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള പശയൊക്കെ പോയി കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും എടുത്തു വെച്ച് കഴിഞ്ഞു, പിന്നെ അടയും വേവിച്ച് വെച്ചു. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം മുതൽ 500 ഗ്രാം വരെ നമുക്ക് ശർക്കര എടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, അലിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരുക്കിയെടുക്കാം. ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി.
അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചിട്ടൊന്ന് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഈ ശർക്കര ഇപ്പോൾ ഉരുകിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ച് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന അടയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അട കഴുകിയിട്ട് ആ സ്ട്രെയിനറിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ട് അടയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനിയിലിട്ടിട്ട് അട നന്നായിട്ടൊന്ന് വരട്ടി മയക്കിയെടുക്കണം. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ശർക്കര കൂടുതലുള്ളതുപോലെ തോന്നും, പക്ഷേ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർന്ന് വരുമ്പോഴേക്കും പാകത്തിനുള്ള മധുരമായിട്ട് കിട്ടും. അടയിട്ടതിന് ശേഷം ശർക്കര ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലും ശർക്കരയിലും ഇട്ടിട്ട് അട നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ തവിയും കൊണ്ട് ഇതേപോലെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഉരുളി തെളിഞ്ഞ് കാണുന്നില്ല. അപ്പം നമ്മൾ വരട്ടിയത് പാകമായിട്ടില്ല, ശർക്കര ഒഴുകി പോവുകയാണ്. അപ്പോൾ 2-3 മിനിറ്റും കൂടി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ശർക്കര ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ വലിയ കഷ്ണങ്ങളായി കിടന്നിരുന്ന അടയൊക്കെ നമ്മൾ ഇളക്കിയ സമയത്തൊന്ന് മുറിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട്. അതേപോലെ തവി വെച്ചിട്ട് ഇതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് ഉരുളി തെളിഞ്ഞ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വരട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 3-ാം പാലില്ലേ, ആ 3-ാം പാലിൽ ഒരു ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. 1-2 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന തേങ്ങാപ്പാലിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയിട്ട് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് 3-ാം പാലിൻ്റെ തന്നെ ബാക്കിയുള്ള ഒരു ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നേരത്തെ പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു ഭാഗം കൂടി ചേർക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് 3-ാം പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ ആവിയായിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് പായസത്തിനൊരു വെള്ളസ്വാദം ഉണ്ടാവില്ല. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2-ാം തേങ്ങാപ്പാലിൻ്റെ ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി വെള്ളം വറ്റുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആകും, ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പാലൊഴിച്ചു കൊടുത്തിട്ട് പായസം തിളച്ച് കുറുകി വന്നോളും. ഇനി ബാക്കിയുള്ള 2-ാം പാലും കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ച് കുറുകി അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1-ാം പാല് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ പിന്നെ ഫ്ലെയിം ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി അതല്ല വെള്ളം ചേർത്തിട്ടാണ് 1-ാം പാൽ എടുത്തിരിക്കുന്നതെങ്കിൽ പായസം ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളതിൽ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. പായസത്തിന് പാകത്തിനുള്ള ഒരു മധുരം തന്നെയാണ്. ഈ ഒരു അളവിൽ തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് 400 ഗ്രാം ശർക്കരേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ തേങ്ങാപ്പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ശർക്കരേൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 3-ഉം ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പായസത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ 2-ാം പാൽ ഒഴിച്ച സമയത്ത് അതിലേക്കൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതുപോലെ പൊടികളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അടപ്പായസം ആയതുകൊണ്ട് തണുക്കുന്നതോറും നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമുക്ക് വേണ്ട പാകത്തിന് കുറുകി വരുന്ന സമയത്ത് 1-ാം പാൽ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിടണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മുന്തിരി വേണ്ടവർക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസത്തിനും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിനും തേങ്ങാക്കൊത്തിനൊക്കെ ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസം നമുക്ക് വേണ്ടതിനേക്കാളും കഴിക്കുന്ന സമയത്ത് കുറുകി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് അടപ്രഥമൻ തയ്യാറാക്കി നോക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് താഴെ എഴുതണേ. അപ്പോൾ എല്ലാ റെസിപ്പീസും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.